അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കടലിൻ്റെ ഒരു ചാരത്താണ്. കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു മഖാമിൻ്റെ അടുത്താണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ സ്ഥിരമായിട്ട് വന്ന് ഫാത്തിഹയൊക്കെ ഓതി പോകുന്ന ഒരു മഹാൻ്റെ അടുത്താണുള്ളത്. നമ്മുടെ ഉമ്മമാരൊക്കെ പറയാറുണ്ട്, രാത്രി സമയത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കടലിൻ്റെ കരയിൽ പോകാൻ പാടില്ല, പുഴവക്കത്ത് പോകാൻ പാടില്ല, ശ്മശാനത്ത് പോകാൻ പാടില്ല, വിജനമായ പ്രദേശത്ത് പോകാൻ പാടില്ല, കാട് മല ഇതുപോലെയുള്ള പ്രദേശത്തൊന്നും പോകാൻ പാടില്ല എന്ന് നമ്മളോട് പറയാറുണ്ട്. അതിൻ്റെ കാരണം അവർ പറയുന്നത് അവിടെ ശൈത്താന്റെയും ജിന്നിൻ്റെയും റൂഹാനിയത്തിൻ്റെയൊക്കെ ശല്യമുണ്ടെന്നാണ്. അത് വളരെ ശരിയാണ്. ഒറ്റക്കുള്ള സഞ്ചാരത്തിൽ ഇതൊക്കെ ജിന്നുക്കളും അതുപോലെ തന്നെ ജിന്നുക്കളുടെ സമാധാനപരമായ യാത്ര ചെയ്യുന്ന ഇടങ്ങളാണ് വിജനമായ പ്രദേശങ്ങൾ ഈ പറയപ്പെട്ടതൊക്കെ എന്ന് പറയണത്. അപ്പോൾ നമ്മൾ അവർക്ക് തടസ്സമായിരിക്കുമ്പോൾ അത് നമ്മുടെ തടിയിൽ കയറിക്കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രി സഞ്ചാരം, അതുപോലെ തന്നെ ഒറ്റക്കൊക്കെ കടൽക്കരയിലുള്ള യാത്ര, അതുപോലെ തന്നെ ശ്മശാനങ്ങൾ അടുത്തുകൂടി യാത്ര ചെയ്യുക, അതുപോലെ തന്നെ കാട് ഫോറസ്റ്റ് ഏരിയയിലേക്ക് ഒറ്റക്കൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ പോവുക, അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ സഞ്ചരിക്കുന്ന ആർക്കെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, വിഷമം അനുഭവിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ചികിത്സകനെ കാണുക. ആത്മീയ ചികിത്സയെ കൊണ്ടോ കൗൺസിലിങ്ങൾ കൊണ്ട് അത് മാറാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നോട് സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്, ജിന്നുക്കൾ ഉള്ളതാണോ, ഉസ്താദിൻ്റെ അടുത്ത് ജിന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ജിന്നുണ്ട്, എൻ്റെ അടുത്ത് ജിന്നുക്കളുണ്ട്. അപ്പോൾ ഒരു ജിന്നിനെ തരുമോ, കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുണ്ട്. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ജിന്നിനെ കൊണ്ട് ഈ സമ്പാദ്യമുണ്ടാക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. അവരൊക്കെ കരുതിയത് ഈ സിനിമയും മറ്റുള്ളതിലൊക്കെ കാണുന്നത് പോലെ ഈ ജിന്നുക്കൾ ജുവലറി എന്നും അവിടെ നിന്നും ഇവിടെ നിന്നും സമ്പാദ്യമൊക്കെ കൊണ്ട് കൊടുക്കുന്നതാണ്. അല്ല, മനുഷ്യനെ പടച്ചതുപോലെ തന്നെയാണ് അള്ളാഹു ജിന്നിനെയും പടച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുക്കളെയും അള്ളാഹു പടച്ചത് അവൻ ആരാധിക്കാൻ വേണ്ടിയാണ്. ഓരോ മനുഷ്യൻ്റെ കൂടെയും ഓരോ ജിന്നും ഓരോ മലക്കും ഉണ്ട്. ഞാൻ അതിൻ്റെ വിശദീകരിച്ച് കടക്കുകയില്ല. തെറ്റായ അല്ലെങ്കിൽ ദുഷിച്ച ജിന്നുക്കളാണ് പൈശാചികമായി നമ്മളെ ഉപദ്രവിക്കുന്നത്. അത് നമ്മൾ ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. ഒരു സൂറത്ത് ഞാൻ പറഞ്ഞുതരാം. ജിന്നാകട്ടെ, സിഹറാകട്ടെ, കണ്ണേറാകട്ടെ, അത് ഏൽക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. സ്വന്തമായി ഓതുക, വെള്ളത്തിൽ ഊതുക, മന്ത്രിക്കുക, മക്കൾക്ക് ഓതിക്കൊടുക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. സർവ്വ കണ്ണേറ് കമ്പേറ് വിളിശാമങ്ങൾ ദോഷങ്ങൾ സുഹൃകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.